ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയക്കുറവിനാൽ നമ്മുടെ ഇന്റർവ്യൂവിലേക്ക് പ്രവേശിക്കാം. താങ്കൾ പല പേരിൽ അറിയപ്പെടുന്നു, എന്നാൽ താങ്കളുടെ ശരിക്കും പേരെന്താണ്? പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എൻ പേരും. താങ്കൾ മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു കോളേജിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തെ സേവനത്തിന് ശേഷം ഈ അമേരിക്കയിലേക്ക് കടന്നു വന്നിരിക്കുന്ന താങ്കളുടെ സ്വദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. താങ്കളുടെ ഭാര്യയെ കൂടെ വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഭാര്യയെ പറ്റി ഒന്ന് പറയാമോ? കനകവും മുത്തുലച്ചും അവൾ അറിയില്ലെങ്കിലും ചുമുകിയാണ് അവൾ കണ്ട ബഹുരമാണീവൾ. താങ്കളുടെ കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും, ഇനി വേണ്ട ദൂതനുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും, ഇനി വേണ്ട ദൂതനുണ്ട് കാത്തുകൊള്ളുവാൻ. താങ്കളുടെ മക്കൾ അമേരിക്കയിൽ ചിതറിപ്പാർക്കുകയാണെന്ന് കേട്ടല്ലോ. മക്കളെ കുറിച്ച് ഒന്ന് പറയാമോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്? ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തിരബലഹീനനായി കിടന്നാലും ഞാൻ യേശുവിൻ മാറിൽ. താങ്കളുടെ കുടുംബാംഗങ്ങൾ താങ്കൾക്ക് എതിരായി വന്നാൽ അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്വന്തം ബന്ധുമിത്രരേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാൽ? കൈവിടിൽ എന്നുള്ള വാഗ്ദത്തമുള്ളവൻ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. താങ്കൾ ഒരു ഭക്ഷണപ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ താങ്കളുടെ ഭക്ഷണ രീതിയെ പറ്റി ഒന്ന് പറയാമോ? ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, വില തികയ്ക്കുന്നതെന്റെ ആഹാരം. താങ്കൾ ചെറുപ്പമാകാൻ ശ്രമിക്കുന്നതായി കാണുന്നു. ഈയിടെയായി ഡയറ്റിംഗ് ആണോ? എന്താണ് കാരണം? ഭാരങ്ങൾ കൂടുന്ന ഒന്നും വേണ്ട യാത്രയിൽ, അല്പം വിശപ്പിനു സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പം വിശപ്പിനു സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അമേരിക്കയിൽ ഈ അടുത്ത കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയും പലർക്കും ഉണ്ടായി. ഇത് നിങ്ങളെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറും
എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏതായാലും താങ്കൾ റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ ഈ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ, എൻ്റെ ഭാവി ആകണമേൻ അറിയുന്നല്ലോ. എന്തിനായി ഞാൻ ചിന്തകളാൽ കലങ്ങിടുന്നു, എന്തിനായി ഞാൻ ചിന്തകളാൽ കലങ്ങിടുന്നു. അമേരിക്കയിലെ ഈ തണുപ്പ് കാലാവസ്ഥയെ അങ്ങ് എങ്ങനെ അതിജീവിക്കുന്നു? തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. പുതിയ തലമുറയോടുള്ള അങ്ങയുടെ സന്ദേശം എന്താണ്? വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. താങ്കളുടെ അമേരിക്കയിലെ പ്രവാസി ജീവിതത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പത്മസ്ഥിതിയിലേകനായി വസിച്ചാലും ഭയമില്ല, പത്മസ്ഥിതിയിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല. സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നിടും, മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ, മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. താങ്കൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ? ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവും നിന്നിൽ കാണുന്നുണ്ട്, ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവും നിന്നിൽ കാണുന്നുണ്ട്. അമേരിക്കയിലെ തിരക്കേറിയ ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ താങ്കൾക്ക് ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, അംഗമില്ലാതെ ഓടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം, അംഗമില്ലാതെ ഓടിയാൽ പ്രാപിക്കാം. ഇന്നത്തെ പ്രോഗ്രാം വന്ന് സംഭവിച്ചതിനും താങ്കളുടെ വിലയേറിയ അനുവദിച്ച ഫാമിലിയോട് ഫാമിലിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. താങ്ക് യു. ഈ പരിപാടിയിൽ എനിക്ക് വരുത്തിയ വാക്കിലൂടെ എൻ്റെ അന്ത്യമായ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.